ഗൈസ്, ഇന്ന് ഞാൻ പൈനാപ്പിൾ കൊണ്ടുവന്നു കേട്ടോ. നല്ല മുഴുത്തൊരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പിലിട്ടാലോ, പച്ചമുളകൊക്കെ ഇട്ട് സുർക്കയൊക്കെ ഇട്ട് ഉപ്പിലിട്ടാലോ, ബീച്ചിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മണമുണ്ട് കേട്ടോ, ഭയങ്കര മണമുണ്ട്. വല്ലാത്തൊരു ഹാല് പിടിപ്പിക്കുന്ന മണമുണ്ട്. ഏതായാലും നമുക്കിത് വൃത്തിയാക്കി ചെത്തി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പിലിടാം. അപ്പോൾ പുളിപ്പാണെങ്കിൽ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് ഇപ്പോൾ ഉപ്പിലിട്ടിട്ട് ബാക്കി നോക്കാം ഗായ്സ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അമ്മ ടേസ്റ്റാണ്, പുളിയില്ല. അതുകൊണ്ട് ഉപ്പ് ഇടണ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കാം. ഇത് കഴിച്ചാൽ നാക്ക് ഒട്ടും എന്നാണ് പറയുന്നത്, ഞാൻ കഴിക്കാറില്ല. ഇതോടെ ഇരിക്കട്ടെ, നമ്മൾ കഴിച്ചു നോക്കാം. അമ്മ ടേസ്റ്റാണ്, നല്ല ചാറൊക്കെ ഉണ്ട്. നമ്മളെ ഒളിപ്പിക്കുന്നില്ല. പൈനാപ്പിൾ സീസണായി ഇപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങി കൊതി വരുന്നവരൊക്കെ പോയി കഴിച്ചോളൂ. ഓക്കെ ഗായ്സ്. അപ്പോൾ ഞാൻ എന്താ പൈനാപ്പിൾ സുർക്കയിലിട്ടിട്ടുണ്ട്. പച്ചമുളകും സുർക്കയും ഉപ്പും വെള്ളവും ചെറിയ ചൂടുവെള്ളം കേട്ടോ, അത് തണുപ്പിച്ചിട്ട് ചെയ്ത കേട്ടോ. പച്ചവെള്ളത്തിൽ ഇട്ട് പെട്ടെന്ന് കേടാവും. ഇതാ അപ്പോൾ ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. കുപ്പിയിലിടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പൊട്ടുന്ന കുപ്പിയിൽ. ഷിപ്പ് അതില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിലിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറല്ലേ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഹാദിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പൈനാപ്പിളും പഴംപൊരിയും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഹാദിയെ, അറിയാമല്ലോ എല്ലാവർക്കുള്ള. അപ്പോൾ ഇതാ നമുക്കിത് വൈകുന്നേരം എടുത്ത് കഴിച്ച് വെക്കാം. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. നല്ല മധുരമുള്ളതുകൊണ്ട് സൂപ്പറായിരിക്കും. അപ്പം എല്ലാവരും പൈനാപ്പിൾ ഇട്ടാൽ ഇങ്ങനെ ചെയ്ത് വെക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ അക്കോറി ഇങ്ങനെ വെള്ളം കറക്കാറുണ്ടോ? വെയിലത്തിരിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ കറക്കുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. ഫുള്ള് ഇതാ വെള്ളം ഇങ്ങനെ ആവുന്നുണ്ട്. ആഴ്ചയില 3 ദിവസം 4 ദിവസം കൂടെ മാറ്റിയാൽ ഇതാണ് അവസ്ഥ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇതെങ്ങനെ ഇവിടെ സിറ്റൗട്ടിലിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ. വെളിച്ചടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചിലപ്പോൾ കറക്കാൻ ചാൻസ് ഉള്ളത് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഞങ്ങളുടെ അക്കോറത്തിൻ്റെ അവസ്ഥ. അത് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് 2 പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ, അത് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ ഗായ്സ്.